2 factorial experiments. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയറും നമ്മളൊന്ന് വിശദമായിട്ട് പറയാൻ പോവുകയാണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നതിന് പറയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഈ മോളിൽ എഴുതിയ 2 നമ്മൾ എത്ര ഫാക്ടേഴ്സാണ് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിക്കുന്നത് എന്നും ഈ താഴെ എഴുതിയിരിക്കുന്ന 2 എന്ന് പറഞ്ഞാൽ എത്ര ഓരോ ഫാക്ടറിൻ്റെയും എത്ര ലെവലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് നടത്തുക പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ ഫാക്ടറുകളും 2 ഫാക്ടറുകളുടെ 2 ലെവലുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഫാക്ടറുകൾ, ആ 2 ഫാക്ടറിനെ ഞാൻ ഒന്നിനെ എ എന്നും മറ്റൊന്നിനെ ബി എന്നുമാണ് എടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പം എ എന്ന് പറഞ്ഞ ഫാക്ടറിന് ഞാൻ 2 ലെവലുകൾ എടുക്കുന്നു. അതിനെ നമുക്ക് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ എന്ന് പറയാം, അല്ലെങ്കിൽ ലോ എന്നും ഹൈ എന്നും പറയും. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ ലോ ഹൈ എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ എന്ന് പറയും. അതേപോലെ തന്നെ ബിയിനും ഇതേപോലെ 2 ലെവൽസ് തന്നെയാണ് എടുക്കുന്നത്. ബി എന്ന് പറയുന്ന ഫാക്ടറിൻ്റെയും 2 ലെവലുകളാണ് ഹൈ എന്നും ലോ എന്നും പറയുന്ന ലെവലുകൾ ഞാൻ എടുക്കുന്നു അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലോ ലെവലിനെ, എയിൻ്റെ ലോ ലെവലിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ ഞാൻ ആരെയാണ് ഉപയോഗിക്കുന്നത്, A0 എന്ന് പറഞ്ഞ ലെറ്ററിന്. എയുടെ ഹൈ ലെവലിനെ ഞാൻ A1 എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതുമാതിരി ബി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൻ്റെ ലോ ലെവലിനെ ഞാൻ B0 കൊണ്ടും ഹൈ ലെവലിനെ ഞാൻ B1 കൊണ്ടുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഫാക്ടേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസും നമുക്ക് അറിയണം. അപ്പോൾ എ എന്ന് പറയുന്ന ഫാക്ടറും ബി എന്ന് പറയുന്ന ഫാക്ടറും ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടെ A0, A1, B0, B1 ഇവരുടെ കോമ്പിനേഷൻസ്, ഏതൊക്കെ കോമ്പിനേഷൻസാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്, 1 is A0, B0 both in low levels, then A1, B1, then A0, B1, ഇവിടെ A1, B1. ഇങ്ങനെ 4 ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനാണ് എവിടെ വരാൻ പോകുന്നത്, 2 ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റിൽ വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനാണ് വരാൻ പോകുന്നത്, ഇവിടെ 4 ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ആണ് വരാൻ പോകുന്നത് 2 കേട്ടോ. 4 ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ആണ് നമ്മൾ. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് 4 ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് വരും. ഏതൊക്കെയായിരുന്നു ആ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ, ഒന്ന് ഇവിടെ എഴുതി 4ആണ്. ഇത് നമുക്കൊന്ന് എഴുതി ഇവിടെ എന്താ വരുന്നത് നോക്കാം. A0, B0 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്, ഒന്ന് A0, B0 എന്നാണ് അല്ലേ. മറ്റൊരു ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ എന്താണ്, A0, B0 വന്നു, പിന്നെ A1, B0 വന്നു, പിന്നെ A0, B1 വന്നിട്ടുണ്ട്, A1, B1 എന്ന് വന്നിട്ടുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനെ എല്ലാം നമ്മൾ എളുപ്പത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് A0, B0 എന്ന് വന്നാൽ, A0, B0 എന്ന് വന്നാൽ അവർ ജസ്റ്റ് 1 കൊണ്ടാണ് ഞാൻ ഈ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ 1 എന്ന് ഞാൻ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്, A0, B0 എയും ബിയുടെയും ബോത്ത് ലോ ലെവൽസ് ആണ്. A1, B1 എന്ന് പറഞ്ഞാൽ എ ഹൈയും ബി ലോ ആണ്. അത് ഞാൻ വെറും സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് A0, B0 എ ലോ ബി ഹൈ, ഹൈ ആയിട്ടുള്ള ആളുടെ ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ആൻഡ് A1, B1 രണ്ടും ഹൈ ആണ്. അപ്പോൾ ഇതിന് ഞാൻ AB കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനുകൾ 4 ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഹൈ ലോ എന്നുള്ള രീതിയിൽ അവരെ ഞാൻ 2 ലോ വരുന്ന ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനെ 1 കൊണ്ടും, A1, B0 എ ഹൈ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനെ എ കൊണ്ടും, ഇവിടെ ബി ആണ് ഹൈ അതിനെ ബി കൊണ്ടും, രണ്ടും ഹൈ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനെ AB കൊണ്ടുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള 4 ട്രീറ്റ്മെൻറ്റിൻ്റെ കോമ്പിനേഷൻസാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്.
ഇത് വെച്ചിട്ടാണ് നമ്മൾ അനോവ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ ഒറ്റ പ്രാവശ്യമല്ല ഈ എല്ലാം വന്നിട്ടുണ്ടാവും. ഇതിനെയൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതായത് ഒരു ചെടിക്ക് മാത്രമല്ല ഞാൻ ലോ സൺലൈറ്റും ലോ ആയിട്ടുള്ള വാട്ടറും കൊടുക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു സാമ്പിൾ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടില്ല. ഒരൊറ്റ ചെടിക്ക് മാത്രം കൊടുത്താൽ അതിൻ്റെ മാറ്റങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ എഫക്റ്റിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാനിത് റിപ്പീറ്റ് ചെയ്യണം. അതായത് ലോ സൺലൈറ്റും ലോ വാട്ടറും കൊടുക്കുന്നതിന് ഇപ്പം ഞാൻ 4 ചെടികൾക്ക് കൊടുത്തു. ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം, റിപ്പീറ്റേഷൻസ് വരണം. അതേപോലെ എല്ലാം ഒരേപോലെ കൊടുക്കണം. അതേമാതിരി ഹൈ സൺലൈറ്റും ലോ വാട്ടറും ഞാൻ 4 പേർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം റിപ്പീറ്റേഷൻസ് കൂടി നമ്മളിവിടെ നോക്കണം. ഒരൊറ്റ കേസുകളല്ല ഉള്ളത്, ഓരോ ട്രീറ്റ്മെൻറ്റുകളും റിപ്പീറ്റേഷൻസ് വരും. നമ്മൾ ഈ റിപ്പീറ്റേഷനുകളെ നമ്മൾ റെപ്ലിക്കേഷൻസ് എന്നാണ് പറയും. വി ആർ കോൾഡ് റെപ്ലിക്കേഷൻസ് ഓർ റിപ്പീറ്റേഷൻസ് അല്ലേ. അപ്പോൾ എന്താ വരുന്നത്, നമുക്ക് 4 ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ 4 റെപ്ലിക്കേഷൻസ് വരാം, 5 റെപ്ലിക്കേഷൻസ് വരെ, എത്രയും വരാം കേട്ടോ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം. ആരും കൂടി ഇവിടെയുണ്ട്, റെപ്ലിക്കേഷൻസ് എന്ന് പറയും. അപ്പോൾ ഓരോന്നിനും ഞാൻ ഓരോ ബ്ലോക്കുകളായിട്ടാണ് എഴുതുക. ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരുമ്പം നിങ്ങൾക്ക് ആ സംഭവം ക്ലിയർ. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഇങ്ങനത്തെ ഒരു ഡാറ്റ, അതായത് ഒരു 2⁻² ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യാവുന്ന ഒരു ഡാറ്റ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു ഡാറ്റ ഉണ്ട്. അപ്പം ഇവിടെ ഡാറ്റ ഇതൊന്ന് ജസ്റ്റ് നോക്കുക. ഇതെന്താണെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇത് കുറച്ചും കൂടി വലുതാക്കണോ? ഇതാണ് നമ്മളുടെ ഡാറ്റ. ഡാറ്റയിൽ ഞാനൊരു നീല കളറിൽ 1AB എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. എല്ലാ ഇതിലും ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് ഇവരെ എനിക്ക് കാണിച്ചു തരുന്നത്, ഈ ബ്ലൂ കളർ എനിക്ക് കാണിച്ചു തരുന്നത് നമുക്ക് എന്താണ്, ബ്ലൂ കളറിലുള്ള ഞാൻ എഴുതിയത് കാണിച്ചു തരുന്നത് ഓരോ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ആണ് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, 1 എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ, A എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, B എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ആണ് ഈ ബ്ലൂ കളറിലുള്ളവർ കാണിച്ചു തരുന്നത്. ആൻഡ് അതിൻ്റെ വാല്യൂസാണ്, ഓരോ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനിലുള്ള വാല്യൂസാണ് ബ്ലാക്ക് കളറിലുള്ളത്. ആൻഡ് ഇവർ ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഓരോ റിപ്പീറ്റേഷനാണ്. ഇവിടെ എത്ര റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്? 4 ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ 4 ബ്ലോക്സാണ് ഈ എക്സാമ്പിളിൽ ഞാൻ കൊടുത്തതെങ്കിൽ ഓരോ സെറ്റിൻ്റെയും 4 റിപ്പീറ്റേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1നെ കുറിച്ചിട്ട് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനിലുള്ള ആളുകളെ തിരയുക എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഉള്ളത്? 23 ഉണ്ട് ഇവിടെ അല്ലേ. ഒരു ബ്ലോക്കിൽ എല്ലാം ഒരു പ്രാവശ്യമേ വരുള്ളൂ കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ബ്ലോക്കിൽ 1 26 ഉണ്ട്. മൂന്നാമത്തെ ബ്ലോക്കിൽ 1, അതായത് ലോ വാട്ടർ ലോ സൺലൈറ്റ് ഇവിടെയുണ്ട്. 1 എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ ഇവിടെ 28 ഉണ്ട്. അപ്പോൾ 1നെ മുഴുവൻ എനിക്കെന്താ, 1ൻ്റെ എഫക്റ്റ് മുഴുവൻ എനിക്കൊരു സ്ഥലത്ത് എടുത്തു വയ്ക്കാം. അതുമാതിരി A എന്ന് പറഞ്ഞതിൻ്റെ എഫക്റ്റ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ A ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതിന്ന് ഇങ്ങനെയുള്ള ഒരു ടേബിളായിട്ടാണ് നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും തന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ മാതിരി ഒരൊറ്റ സെറ്റ് വാല്യൂ അല്ല ഉണ്ടാവുക, അതും ഉണ്ടാവും. ഇവിടെ ഒരൊറ്റ ബ്ലോക്കാണുള്ളത്, 4 ബ്ലോക്കുകൾ, അതായത് 4 റിപ്പീറ്റേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നാലേ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്കൊരു എഫക്റ്റ് മനസ്സിലാവാൻ പറ്റുള്ളൂ. അല്ല ഒരൊറ്റ ചെടീനെ മാത്രം നോക്കിയിട്ട് ഇതിൻ്റെ എഫക്റ്റിനെ കുറിച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ റിപ്പീറ്റേഷൻസ് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇത്തിരി ഒരു ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ ഇനി എന്ത് പെർഫോം ചെയ്യാൻ പോകുന്നത്, ഫാക്ടോറിയൽ ഡിസൈൻ പെർഫോം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് നടത്താൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു സാമ്പിൾ ഡാറ്റ. നമ്മളിത് വെച്ചിട്ട് തന്നെയാണ് ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ആ ഡാറ്റ ഞാൻ കാണിച്ചു തന്നാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ നമുക്കിപ്പോൾ ആരൊക്കെയുണ്ട്, നമുക്കൊരു അനോവ പോലെ ഞാൻ പെർഫോം ചെയ്യാൻ പോകുമ്പം എൻ്റെ കയ്യിൽ ആരൊക്കെയാണുള്ളത്? എൻ്റെ കയ്യിലിപ്പം 4 ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനുണ്ട്. ഒറിജിനലി ഇവരാരൊക്കെയാണ്? A എന്ന് പറഞ്ഞ എൻ്റെ മെയിൻ ആയിട്ടുള്ള ആള് ഫാക്ടർ, B എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫാക്ടർ, ആൻഡ് AB എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഇൻ്ററാക്ഷൻ ഇഫക്റ്റ് ഉണ്ട്. അങ്ങനെ ആക്ച്വലി ഈ 3 ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോമ്പിനേഷനാണ് ഈ 4. ആരൊക്കെയാണ് ഞാൻ ആക്ച്വലി പഠിക്കേണ്ടത്? A എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ കാര്യം എനിക്ക് അറിയണം, B എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ കാര്യം അറിയണം. അതാണ് സാധാരണ അനോവയിലൊക്കെ നമ്മൾ ചെയ്യുക. പക്ഷേ ഇവിടെ ആരെയും കൂടി ഞാൻ പഠിക്കുന്നു,
എ ഇൻറ്റു ബി, അതായത് എയും ബിയും കൂടിയുള്ള കമ്പൈൻഡ്, ഈ രണ്ട് ഫാക്ടറുകളുടെയും കമ്പൈൻഡ് എഫക്റ്റ് കൂടി നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനൊരു 2⁻² ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഒരു എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യുമ്പം നമുക്ക് ആദ്യം നള്ളും ഓൾട്ടർനേറ്റീവും ഹൈപ്പോത്തസിസ് വേണ്ടേ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് H0. ദ ഡാറ്റ ഈസ് ഹോമോജീനിയസ്, ഡാറ്റ ഐഡൻറ്റിക്കലാണ്, ഒരേപോലെയാണ് എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. വിത്ത് റെസ്പെക്ട് ടു ബ്ലോക്കുകളില്ല, ഇങ്ങനെ ഓരോ ബ്ലോക്കിലുള്ള ഡാറ്റകളുണ്ടല്ലോ അല്ലേ, എല്ലാ ബ്ലോക്കിലും ഡാറ്റ ഒരേപോലെയാണ്. അതേമാതിരി എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിലും ഡാറ്റ ഒരേപോലെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ ഞാൻ പറയാൻ പോകുന്നത്? H0 ഡാറ്റ ഈസ് ഹോമോജീനിയസ്, ഐഡൻറ്റിക്കൽ, സിമിലർ എന്നൊക്കെ പറയും. ഡാറ്റ ഈസ് ഹോമോജീനിയസ് വിത്ത് റെസ്പെക്ട് ടു ബ്ലോക്സ് ആസ് വെൽ ആസ്, ബ്ലോക്സിലും ഐഡൻറ്റിക്കൽ ഹോമോജീനിയസ് ആണ്, ആസ് വെൽ ആസ് ട്രീറ്റ്മെൻറ്റ്സ്. ഇവിടെ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള 3 ആളുകളാണുള്ളത്, 3 ട്രീറ്റ്മെൻറ്റുകളാണ്. അവരുടെ കോമ്പിനേഷൻസാണ് 4 എണ്ണം ഉള്ളത് കേട്ടോ. അപ്പം ബ്ലോക്സ് ആസ് വെൽ ആസ് ട്രീറ്റ്മെൻറ്റ്സ്, ഇതാണ് നമ്മളുടെ H0. അപ്പോൾ H1 ഈസ് ദേ ആർ നോട്ട് ഹോമോജീനിയസ് എന്നാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ദെൻ വി വിൽ ഫിക്സ് ആൽഫ നമ്മൾ ഫിക്സ് ചെയ്യും അല്ലേ. ഇനി നമ്മൾ കുറേ സം ഓഫ് സ്ക്വയറുകൾ നമ്മൾ കാണണം. ഇനി എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത്? നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ, ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇത് അതേപോലെയുള്ള ഇങ്ങനത്തെ ഒരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സം ഓഫ് സ്ക്വയറുകൾ കാണും അല്ലേ. ആരുടെയൊക്കെ സം ഓഫ് സ്ക്വയറാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് ആദ്യം പറയുന്നത്. ആദ്യം എനിക്ക് ടോട്ടലിൻ്റെ സം ഓഫ് സ്ക്വയർ വേണം. നമ്മൾ സാധാരണ ചെയ്യാൻ പോലെ ആര് വേണം? ടോട്ടൽ സം ഓഫ് സ്ക്വയർ, അതായത് ഇവരുടെ എല്ലാവരും കൂടി എടുത്തിട്ട് ആൽഫ ഫിക്സ് ചെയ്യണം. പിന്നെ ഞാൻ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ സം ഓഫ് സ്ക്വയറുകൾ ഞാൻ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? നമ്മൾ സാധാരണ അനോവയിൽ ചെയ്യണ പോലെ. പിന്നെ ഇവിടേക്ക് വരുമ്പം ഇവിടെ പുതിയതായിട്ടുള്ളത് ബ്ലോക്കുകളാണ്. ഇങ്ങനെ ഓരോ റോ ആയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ബ്ലോക്കുകളാണ്. അപ്പോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ റെപ്ലിക്കേഷൻസ് ആണ്. അതിൻ്റെ സം ഓഫ് സ്ക്വയർ കൂടി വേണം. അതായത് ഓരോ ബ്ലോക്കിൻ്റെയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സം ഓഫ് സ്ക്വയർ കൂടി നമ്മൾ എഴുതണം. അപ്പോൾ അടുത്ത സം ഓഫ് സ്ക്വയർ ഞാൻ എഴുതാൻ പോകുന്നത് ഏതൊക്കെയാണ്? SSR. എന്ന് പറഞ്ഞാൽ ബ്ലോക്കിനെ കുറിച്ചിട്ടോ റിപ്പീറ്റേഷൻസ് അല്ലെങ്കിൽ റെപ്ലിക്കേഷനെ കുറിച്ചിട്ടോ ഉള്ള സം ഓഫ് സ്ക്വയറുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം TSS നമുക്ക് പരിചിതമുള്ള ആളാണ്. ടോട്ടൽ സം ഓഫ് സ്ക്വയർ കാണാൻ നമുക്ക് അറിയാം. പിന്നെ ഇവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? SSR അല്ലെങ്കിൽ ബ്ലോക്ക് സം ഓഫ് സ്ക്വയർ എന്നല്ലെങ്കിൽ BSS എന്നൊക്കെ എഴുതാം കേട്ടോ. അപ്പം അതുകൂടി നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഇനിയാണ് നമ്മളെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള സാധനങ്ങൾ A എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് എനിക്ക് അറിയണം, B എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൻ്റെ അറിയണം, AB എന്ന് പറയുന്ന ഇൻറ്ററാക്ഷൻ്റെ കാര്യവും എനിക്കറിയണം. അപ്പം ഞാൻ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന സം ഓഫ് സ്ക്വയറുകൾ Aയുടെ സം ഓഫ് സ്ക്വയറുകളാണ്. എന്താണ്? A എന്ന് പറഞ്ഞ ആളുടെ സം ഓഫ് സ്ക്വയറുകൾ കണ്ടുപിടിക്കണം. SSA കണ്ടുപിടിക്കണം. അതേമാതിരി Bയുടെ സം ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കണം, SSB എന്ന് പറയാം. ആൻഡ് ABയുടെ സം ഓഫ് സ്ക്വയറുകൾ ഞാൻ കണ്ടുപിടിക്കണം. അപ്പം ഈ 3 പേരുമാണ് നമ്മളെ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്ഥാനത്ത്. ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. വെറും ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയണേന് നമ്മൾ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്? അവരെ 3 സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ മുമ്പ് എഴുതില്ലേ, അതിനെ ഞാൻ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ SSA, SSB, SSAB ഈ 3 എണ്ണത്തിൻ്റെ സം ഓഫ് സ്ക്വയർ കാണണം. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന ഇററിൻ്റെ സം ഓഫ് സ്ക്വയറും കാണും. എന്നിട്ട് നമ്മൾ ഓരോരുത്തരുടെയും മീൻ സം ഓഫ് സ്ക്വയർ കാണും. അപ്പോൾ മെയിനായിട്ട് കാണേണ്ടത് ആരൊക്കെയാണ്? ഇവിടെ സം ഓഫ് സ്ക്വയർ കാണണം. അനോവ ചെയ്ത പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ അനോവ ചെയ്തപ്പോൾ നമ്മൾ ടോട്ടൽ സം ഓഫ് സ്ക്വയർ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബ്ലോക്കുകൾ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻസ് വന്നതുകൊണ്ടാണ് ഞാൻ SSR എന്ന് എഴുതിയത്. R ഇസ് ഫോർ റെപ്ലിക്കേഷൻസ് കേട്ടോ. അപ്പം സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ബ്ലോക്സ് B ഇവിടെ വരുന്നതുകൊണ്ടാണ് അത് ഞാൻ ഇവിടെ എഴുതാത്തത്. അപ്പോൾ സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു റെപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമുക്ക് BSS എന്ന് എഴുതിയാലും തെറ്റില്ല. വെച്ചാൽ അത് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണിച്ചാൽ BSS എന്നുള്ള കാര്യം വേണിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളുടെ സെറ്റിനെ ഇവിടെ 3 എണ്ണമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. SSA,
SSB SSAB കാണണം, ആൻഡ് SSCയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ സം ഓഫ് സ്ക്വയർ കാണേണ്ടത്. അപ്പോൾ ഇവരെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് സാധാരണ മെത്തേഡിലല്ല, ഇവരൊക്കെ സാധാരണ മെത്തേഡാണ്. ഈ ട്രീറ്റ്മെൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ടെക്നിക്കാണ്, യാഡ്സ് മെത്തേഡ്. യാഡ്സ് കറക്ഷനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ യാഡ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് മെയിനായി ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തത് പറഞ്ഞുതരാം. അപ്പം TSSകൾ കണ്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കാണും. എന്തൊക്കെ കാണണം? MSR കാണണം, റെപ്ലിക്കേഷൻ്റെ പിന്നെ മീൻ സം ഓഫ് സ്ക്വയർ കാണണം. പിന്നെ MSA, അതായത് A എന്ന് പറഞ്ഞ ഈ കോമ്പിനേഷൻ്റെ കാണണം. MSB കാണണം, MSAB കാണണം. ഇവിടെ കുറച്ച് അധികം പേരെ കാണാനുണ്ട്. പിന്നെ നമ്മൾ MSE കാണും. നമ്മൾ സാധാരണ മീൻ സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് കാണുന്നതിനെയാണ് ഈ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര മീൻ സം ഓഫ് സ്ക്വയർ കാണുക. ഇതുപയോഗിച്ചിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കണം? F കണ്ടുപിടിക്കണം. F റെപ്ലിക്കേഷൻ്റെ ഒരു F ഉണ്ട്, FR ഉണ്ട്. ദാറ്റ് ഈസ് MSR ഡിവൈഡഡ് ബൈ MSR ഡിവൈഡഡ് ബൈ MSE ഉണ്ട്. എപ്പോഴല്ലോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, F റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇപ്പം റെപ്ലിക്കേഷൻ്റെ കാണണമെങ്കിൽ നമ്മൾ എപ്പോഴും മുകളിൽ റെപ്ലിക്കേഷൻ്റെ മീൻ സം ഓഫ് സ്ക്വയർ എഴുതണം. താഴെ എല്ലാത്തിലും ആരുടെ എഴുതുള്ളൂ? ഇററിൻ്റെ എഴുതും. അപ്പം FR കാണുക പറഞ്ഞാൽ മുകളിൽ ഞാൻ എന്തായാലും ആരെ എഴുതണം? MSRനെ എഴുതണം, താഴെ MSE. അതേമാതിരി A എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൻ്റെ ഞാൻ കാണുമ്പോൾ അതിൻ്റെ F വാല്യൂ കാണുക എന്ന് പറഞ്ഞാൽ മുകളിൽ ഞാൻ ആരെ എഴുതണം? MSAനെ എഴുതണം, താഴെ ആരെ എപ്പോഴും ഉണ്ടാവുള്ളൂ? താഴെ എപ്പോഴും MSE ആണ്, ഇററിൻ്റെ വരും. അതേപോലെ FB കണ്ടുപിടിക്കണം. ദറ്റ് ഈസ് MSB മുകളിൽ, താഴെ ആരാണ്? നമ്മുടെ സ്ഥിരമാൾ MSE. പിന്നെ നമ്മൾ ആരെ കണ്ടുപിടിക്കണം? ABയുടെ കണ്ടുപിടിക്കണം. FAB കാണുമ്പം MSAB മുകളിൽ, താഴെ ആരാ വരുന്നത്? MSE. ഇങ്ങനെ നമ്മൾ 1, 2, 3, 4 ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കുകളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവരെ കണ്ടുപിടിച്ച ശേഷം നമ്മൾ പിന്നെ ടേബിൾ വാല്യൂ കാണുന്നു. എന്നിട്ട് ക്രിട്ടിക്കൽ റീജിയനിൽ വീഴുന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലായോ? നമ്മൾ അനോവ പോലെയുള്ള ഒരു കാര്യമാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അനോവയിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ഹോമോജീനിയസ് ആണ്, ഒരേപോലെയാണ്, ഈക്വൽ ആണ് നമ്മൾ എഴുതാറില്ലേ? അപ്പം ഡാറ്റ ഈസ് ഹോമോജീനിയസ് വിത്ത് റെസ്പെക്ട് ടു ബ്ലോക്സ് ആസ് വെൽ ആസ് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഐഡൻറ്റിക്കലാണ്, ആൻഡ് പിന്നെ നമ്മളുടെ ബ്ലോക്കുകളെല്ലാം ഐഡൻറ്റിക്കലാണ് എന്നുള്ളതാണ് നമ്മൾ H0 വെക്കുന്നത്. H1 ദേ ആർ നോട്ട് ഹോമോജീനിയസ്. പിന്നെ നമ്മൾ ആൽഫ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് സാധാരണ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സം ഓഫ് സ്ക്വയറുകൾ കാണുമ്പം നമ്മൾ സ്ഥിരം ചെയ്യുന്ന ടോട്ടൽ സം ഓഫ് സ്ക്വയർ സാധാരണ മെത്തേഡിൽ കണ്ടുപിടിക്കും. പിന്നെ ബ്ലോക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട്, അല്ലെങ്കിൽ റെപ്ലിക്കേഷന് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ SSR എന്ന് പറഞ്ഞ സാധനം അവരുടെ ഉപയോഗിച്ചിട്ടുള്ള സാധനം കണ്ടുപിടിക്കും. പിന്നെയാണ് നമ്മൾ പുതിയൊരാളെ ഉപയോഗിക്കുന്നത്. ട്രീറ്റ്മെൻറ്റുകളുടെ 3 സാധനങ്ങൾ SSA കണ്ടുപിടിക്കും, SSB കണ്ടുപിടിക്കും, ആൻഡ് ഇൻട്രാക്ഷൻ എഫക്റ്റ്. ഇതാണ് നമ്മളിവിടെ പുതിയതായിട്ടുള്ളത്. SSAB നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് കാണും. അവരെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ ഓരോരുത്തരെയും അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടും. അവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ F സ്റ്റാറ്റിസ്റ്റിക്കുകളെ കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പിന്നെ ഷോർട്ടായിട്ടുള്ളൊരു രീതിയിൽ പറഞ്ഞാൽ ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ പുതിയതായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഓരോന്നിൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് അറിയേണ്ടത്. അപ്പം ഈ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 എണ്ണാണുള്ളതെങ്കിൽ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ 4 റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ 6 റെപ്ലിക്കേഷനാണുള്ളതെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ, റെപ്ലിക്കേഷൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ R-1 ആണ്. എന്താണ്?
R-1 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള 3 ട്രീറ്റ്മെൻറ്റുകളാണുള്ളത്. ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓരോന്നിനും ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡമാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓർത്ത് വയ്ക്കുക, 1 ഡിഗ്രി ഓഫ് ഫ്രീഡമാണ്. പിന്നെ ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 3 × R-1 ആണ്. ഇത് ഓർക്കേണ്ട കാര്യമാണ്. ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? 3 × R-1. ടോട്ടലിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇത് 2 സ്ക്വയർ എക്സ്പെരിമെൻ്റ് അല്ലേ, 4 അല്ലേ, 4R-1. എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? 4R-1 ആണ് ടോട്ടലിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ സം ഓഫ് സ്ക്വയേഴ്സിനെ ഈ പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ സം ഓഫ് സ്ക്വയറുകൾ കിട്ടും. ഓക്കെ ആണോ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നോട്ട് ചെയ്യുകയോ ഒന്ന് ചെയ്ത് വെച്ചോ. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ബേസിക്കായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. സ്ക്രീൻഷോട്ട് എടുക്കുകയായിരിക്കും നല്ലത്, നമുക്ക് ടൈം സേവ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മളെ മെയിനായിട്ടുള്ള പ്രശ്നം ഈ സം ഓഫ് സ്ക്വയറുകൾ കണ്ടുപിടിക്കലാണ്. TSS സാധാരണ രീതിയിലാണ്, ബ്ലോക്കിൻ്റെ കാണലും നമുക്ക് പരിചിതമായ രീതിയിലാണ്, ബ്ലോക്കുകളുടെ സമ്മ് കണ്ടിട്ട് ചെയ്യലാണ്. ഇവരെ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഈ ട്രീറ്റ്മെൻറ്റുകളുടെ ഈ 3 പേരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് യാർഡ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവരെ ഞാൻ കാണാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരേ ഉള്ളൂ എങ്കിലും ഇവരുടെ കോമ്പിനേഷൻസ് നമുക്ക് 4 കോമ്പിനേഷൻസ് ഉണ്ട് അല്ലേ. ഈ 3 പേരുടെ പിന്നെ എഫക്റ്റുകൾ കാണിക്കുന്ന ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് എത്ര എണ്ണമുണ്ട്? 1, ഒന്നിനെ ഞാൻ 1 എന്നും, മറ്റൊന്നിനെ A എന്നും, മറ്റൊന്നിനെ B എന്നും, വേറൊന്നിനെ AB എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവരെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സം ഓഫ് സ്ക്വയറുകൾ, അപ്പോൾ ഇതിലെ ഇവരെ എന്ന് പറഞ്ഞാലില്ലേടോ എയും ബിയും ഒക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതിലുള്ളത്. ഇവിടെ എയും ബിയും ഉണ്ട്, A0 B0 ഉണ്ട്, A1 B1 ഉണ്ട്. ഈ കമ്പൈൻഡ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ അരിച്ചെടുക്കണം. എനിക്ക് ഇവിടുന്ന് എയുടെ മാത്രം സം ഓഫ് സ്ക്വയറുകൾ ഇതിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കണം. അതേമാതിരി ഈ 4 എണ്ണത്തിൽ ഈ കമ്പൈൻഡ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അരിച്ചിട്ട് ബിയുടെ മാത്രം എഫക്റ്റുകൾ അല്ല ടോട്ടലുകളൊക്കെ ഞാൻ കണ്ടുപിടിക്കണം. ആൻഡ് പിന്നെ അവരിന്ന് AB എന്ന് പറഞ്ഞ ഇൻട്രാക്ഷൻ്റെ ടോട്ടലും കണ്ടുപിടിക്കണം. അതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം ഈ കമ്പൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഈ കോമ്പിനേഷൻസുകളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ എന്തും അരിച്ചു മാറ്റണം? 3 ആളുകളെ അരിച്ചു മാറ്റിയിട്ട് ഈ 3 ആളുകളുടെ സം ഓഫ് സ്ക്വയേഴ്സ് ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കണ്ടുപിടിക്കണം. എയുടെ മാത്രം കണ്ടുപിടിക്കണം, ബിയുടെ മാത്രം കണ്ടുപിടിക്കണം, ABയുടെ മാത്രം കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് യാർഡ്സ് മെത്തേഡ്. അപ്പോൾ യാർഡ്സ് മെത്തേഡ് എന്താണെന്നാണ് ഞാൻ അടുത്തായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് യാർഡ്സ് മെത്തേഡ്. അപ്പോൾ യാർഡ്സ് മെത്തേഡിൽ വരച്ചിട്ട് പറയാം കേട്ടോ. ഇങ്ങനെ നമ്മൾ യാർഡ്സ് മെത്തേഡ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ യാർഡ്സ് മെത്തേഡിൽ ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനുകളെയാണ്. നമ്മളെ ഓരോ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ഇല്ലേ, ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസാണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ്, അതാണ് എൻ്റെ ഫസ്റ്റ് കോളം. ഞാൻ 1 എഴുതുന്നു കേട്ടോ, ഫസ്റ്റ് കോളം എന്ന് ഞാൻ കാണിക്കാം.
പിന്നെ രണ്ടാമതായിട്ട് അവരുടെ ടോട്ടൽ yield. ഓരോ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനും പല ബ്ലോക്കുകളിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പം 1 എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ ഇവിടെ മാത്രമാണുള്ളത്. 1 ഫസ്റ്റ് ബ്ലോക്കിലുണ്ടാവും, സെക്കൻഡ് ബ്ലോക്കിലുണ്ടാവും, തേർഡ് ബ്ലോക്കിലുണ്ട്, ഫോർത്ത് ബ്ലോക്കിലുണ്ട്. അപ്പം 1 എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ്റെ സം എനിക്ക് വേണ്ട, അതാണ് അടുത്ത കോളത്തിൽ ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പം ടോട്ടൽ yield ഫ്രം ഓൾ ബ്ലോക്സ്, ഫ്രം ഓൾ റെപ്ലിക്കേഷൻസ് ഓർ ബ്ലോക്സ്. നമുക്ക് ബ്ലോക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ കോളത്തിലുണ്ടാവുക. പിന്നെ ഞാൻ അടുത്തതായിട്ട് മൂന്നാമത്തെ കോളം ഞാൻ എഴുതും. ഞാൻ അതെന്താണെന്ന് പറഞ്ഞുതരാം. നാലാമത്തെ കോളം അത് നമുക്ക് അതിന് പേരൊന്നും കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് 3, 4 ഓരോ കോളത്തിന് ഞാൻ പേര് കൊടുക്കുന്നത്. ആൻഡ് അഞ്ചാമത്തെ കോളം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഓരോന്നിൻ്റെയും ടോട്ടലാണ്, എഫക്റ്റ് ടോട്ടൽസാണ്. ഇവരുടെയൊക്കെ ഓരോന്നിൻ്റെയും എഫക്റ്റ് ടോട്ടൽസാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ ഈ മെത്തേഡ് വെച്ചിട്ട് ഇതാണ് യാർഡ്സ് മെത്തേഡ് ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ആണ് എഴുതുക. ഏതൊക്കെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ? 1, അതായത് A0 B0 ആണ് ഇയാൾ ആക്ച്വലി. പിന്നെ A ഉണ്ട്, അതായത് A1 B0 ആണ്. B ഉണ്ട്, പിന്നെ A0 B1, ദെൻ AB. നമ്മൾ 4 ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനെ കുറിച്ചിട്ടാണ് നമ്മളിതാ അല്ലേ. ഈ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനാണ് ഞാൻ അവിടെ ആദ്യമായിട്ട് എഴുതിയത്. എയുടെയും ബിയുടെയും ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസാണ് ആദ്യത്തെ, അവരുടെ പേരുകളാണ് ഞാൻ ആദ്യത്തെ കോളത്തിൽ എഴുതിയത്. അടുത്ത കോളത്തിൽ ഞാൻ എഴുതാൻ പോകുന്നത് ഓരോ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ്റെയും ബ്ലോക്കുകളിലുള്ള ടോട്ടലാണ്. ഇപ്പോൾ 1 എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ്റെ ടോട്ടലിനെ ഞാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ 1 ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഞാൻ 1 ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 1 വന്ന എല്ലാവരെയും കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ ആണ്. 1 വരുന്ന ഒരു വാല്യൂ എന്താണ്? 23 പ്ലസ് ഇവിടെ 1 വന്നത് പ്ലസ് 26 പ്ലസ് 29 പ്ലസ് 28. അങ്ങനെ കൂട്ടി കിട്ടുന്ന സമ്മിനെയാണ് ഞാൻ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ എ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൻ്റെ ടോട്ടലിനെ ഞാൻ എ കൊണ്ട്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എ എന്ന് പറഞ്ഞാൽ എ വന്നിരിക്കുന്ന എല്ലാ വാല്യൂസും, അതായത് 25 പ്ലസ് 36 പ്ലസ് 20 പ്ലസ് 31. ആ എകൾ എവിടെയൊക്കെ ഉണ്ടോ, ഏതൊക്കെ ബ്ലോക്കുകൾ എ ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് അവരെ വലിച്ചെടുത്തിട്ട് അവരെ സമ്മാണ് നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുന്നത്. അതേമാതിരി ബികളെല്ലാം വലിച്ചെടുത്തിട്ട് ബീൻ്റെ സമ്മാണ് അടുത്ത കോളത്തിൽ അടുത്ത വാല്യൂ ആയിട്ട് എഴുതുന്നത്. പിന്നെ അടുത്തത് എ ബികൾ എന്ന് പറഞ്ഞവർ എവിടെയൊക്കെയുണ്ടോ എല്ലാ ബ്ലോക്കുകളിലുള്ള എ ബികളുടെ സമ്മും നമ്മൾ കൂട്ടിയിട്ട് എഴുതി വയ്ക്കും. അപ്പോൾ യാർഡ്സ് മെത്തേഡിൽ എന്താ എഴുതിയത്? ആദ്യം ഞാൻ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് എല്ലാം എഴുതി, പിന്നെ അവരുടെ എല്ലാം ടോട്ടലുകൾ ഞാൻ എഴുതി വെച്ചു. ഇനിയാണ് നമ്മളുടെ യാർഡ്സ് മെത്തേഡ് ആക്ച്വലി തുടങ്ങാൻ പോകുന്നത്. ഇനി തേർഡ് കോളത്തിലേക്ക് വരുമ്പം ഞാൻ എന്താണറിയോ ചെയ്യേണ്ടത്? ഈ ഫസ്റ്റ് 2 പേരില്ലേ അവരുടെ സമ്മാണ് ഞാൻ ആദ്യം എഴുതേണ്ടത്. എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് 2 പേരുടെ സമ്മാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. അതേതാണ്? 1 പ്ലസ് എ. ഓക്കെ അല്ലേ? ഫസ്റ്റ് 2 പേരുടെ സമ്മ് ഞാൻ ആദ്യമായിട്ട് എഴുതും. അടുത്തതായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് സെക്കൻഡ് 2 പേരുടെ സം. ഇവിടെ എന്താ എഴുതാൻ പോകുന്നത്? ഈ സെക്കൻഡ് 2 പേരുടെ സമ്മാണ് ഞാൻ അടുത്തതായിട്ട് എഴുതാൻ പോകുന്നത്. സെക്കൻഡ് ആരൊക്കെയുള്ളത്? ബി, സം ബി പ്ലസ് സം എ ബി ആണ് കേട്ടോ. ബിയുടെ സമ്മ് എ ബിയുടെ സം. അതാണ് ആദ്യത്തെ 2 എൻട്രികൾ. അപ്പോൾ തേർഡ് കോളത്തിലെ എൻട്രികൾ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 പേരുടെ സമ്മ. സെക്കൻഡ് എൻട്രി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 2 പേരുടെ സം. ഓക്കെ. തേർഡ് എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് 2 പേരുടെ ഡിഫറൻസ്, അതായത് എ മൈനസ് 1 ആണ്. താഴത്തത് മൈനസ് മുകളിലത്തത് അങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? എ മൈനസ് 1. ഇതാണ് അടുത്തത്. ആൻഡ് അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള 2 ആളുകളുടെ ഡിഫറൻസ്. ആദ്യം എ ബി ആണ് എഴുതേണ്ടത്. എ ബി മൈനസ് ബി. ഇങ്ങനെയാണ് ഈ കോളം എഴുത്ത് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കോളം അപ്പോൾ എങ്ങനെ എഴുതിയത്? ഫസ്റ്റ് കോളത്തിൽ ജസ്റ്റ് ഇവരുടെ എല്ലാം സമ്മുകൾ നമ്മൾ എഴുതി വെച്ചു. അത് തന്നിരിക്കുന്ന ഡാറ്റ നോക്കിയിട്ട് ഓരോ ബ്ലോക്കിലും പോയിട്ട് ഇവരൊക്കെ സമ്മുകൾ നമ്മൾ എഴുതി വെച്ചു. അതിവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ കളി അല്ലേ. ഇവിടുന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്?
തേർഡ് ബ്ലോക്കിൽ ആദ്യത്തെ എൻട്രി ഇതിലത്തെ ആദ്യത്തെ 2 പേരെ ആഡ് ചെയ്തിട്ട് അവരെ എഴുതി വെച്ചു. രണ്ടാമത്തെ എൻട്രി രണ്ടാമത്തെ 2 പേരെ എഴുതി വെച്ചു. മൂന്നാമത് എന്താണ്? ഇവരുടെ ഡിഫറൻസുകൾ. ആദ്യത്തെ 2 പേരുടെ ഡിഫറൻസ്, ലാസ്റ്റ് വൺ രണ്ടാമത്തെ 2 പേരുടെ ഡിഫറൻസ്. ഇങ്ങനെയാണ് മൂന്നാമത്തെ കോളം. ഇനി ഇതേ പരിപാടി ആരിൽ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ? നാലാമത്തെ കോളത്തിൽ ഈ പറഞ്ഞ സംഭവം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പം നാലാമത്തെ കോളത്തിൽ ഞാൻ നോക്കുന്നത് മൂന്നാമത്തെ കോളം നോക്കി അല്ലേ? അപ്പം മൂന്നാമത്തെ കോളത്തിലുള്ള ആദ്യത്തെ 2 പേരുടെ സമ്മാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. 2 പേരെ സമ്മ ആരൊക്കെ വരിക? 1 പ്ലസ് എ വരും അല്ലേ, പ്ലസ് പിന്നെന്താ വരുന്നത്? ബി വരും, പ്ലസ് എ ബി. ഓക്കെ അല്ലേ? ആദ്യത്തെ 2 പേരുടെ സമ്മ. പിന്നെന്താ ചെയ്യേണ്ടത്? രണ്ടാമത് കിടക്കുന്ന 2 പേരുടെ സമ്മാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. ഇപ്പോൾ രണ്ടാമത് കിടക്കുന്ന ആൾക്കാർ ആരാണ്? എ മൈനസ് 1 പ്ലസ് എ ബി മൈനസ് ബി. ഇതാണ് രണ്ടാമത്തെ എൻട്രി ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ. ഈ മൂന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 പേരുടെ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് 2 പേരുടെ ഡിഫറൻസ്, താഴത്തത് മൈനസ് മുകളിലത്തതാണ് എപ്പോഴും എഴുതുക അല്ലേ? അപ്പം നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? ബി പ്ലസ് എ ബി, സോറി ഞാൻ റെഡ് കൊണ്ടാണല്ലോ എഴുതുന്നത്. ബി അല്ലേ പ്ലസ് എ ബി മൈനസ് 1 മൈനസ് എ. സെക്കൻഡ് മൈനസ് ഫസ്റ്റ്. അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് എന്താണ്? ലാസ്റ്റ് വൺ മൈനസ് ഫോർത്ത് മൈനസ് തേർഡ്. ഈ രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ്. അപ്പോൾ എങ്ങനെ എഴുതുക? എ ബി മൈനസ് ബി മൈനസ് എ മൈനസ് ഓഫ് -1 അല്ലേ ഇവിടെ വരിക? അപ്പോൾ ഇവിടെ +1 വരും. ഇങ്ങനെയാണ് നമ്മൾ എഫക്റ്റുകൾ എഴുതുന്നത്. അപ്പോൾ എന്താ ഞാൻ ചെയ്തത്? ഇവിടെ 5 കോളങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് കോളത്തിൽ ജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ, സെക്കൻഡ് കോളത്തിൽ എല്ലാ ഈൽഡുകളുടെയും ഓരോ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷനുകളുടെ ടോട്ടൽ എഴുതി. പിന്നെ മൂന്നാമത്തെ കോളത്തിൽ എഴുതിയത് ആദ്യത്തെ 2 എണ്ണത്തിനെ കൂട്ടിയിട്ട് ഫസ്റ്റ് എഴുതി, രണ്ടാമത്തെ സെറ്റിലുള്ള 2 എണ്ണത്തിനെ കൂട്ടിയിട്ട് എഴുതി, പിന്നെ ഇവരുടെ ഡിഫറൻസ് ഇവിടെ എഴുതി, സെക്കൻഡ് സെറ്റിൻ്റെ ഡിഫറൻസ് ഇവിടെ എഴുതി. അതുതന്നെയാണ് നാലാമത്തെ കോളത്തിലും ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ആദ്യത്തെ എൻട്രി ആദ്യത്തെ 2 പേരുടെ സമ്മ, രണ്ടാമത്തെ എൻട്രി രണ്ടാമത്തെ 2 പേരുടെ സമ്മ, പിന്നെ മൂന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 പേരുടെ ഡിഫറൻസ്, നാലാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 2 പേരുടെ ഡിഫറൻസ്. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവരുടെ എഫക്റ്റ് ടോട്ടൽസ് വരാം. അപ്പോൾ ഇവിടെ നോക്കൂ, നാലാമത്തെ കോളത്തിൽ എല്ലാവരുടെയും ഒന്നായിട്ടുള്ള സമ്മ് വന്നിട്ടുണ്ട്. 1ൻ്റെ സമ്മ് പ്ലസ് എയുടെ സമ്മ്, ബിയുടെ സം പ്ലസ് എ ബിയുടെ സമ്മ് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്നത് ഗ്രാൻഡ് ടോട്ടൽ അല്ലേ? നമ്മൾ ജീന് വേറെ കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഇവിടുന്ന് എനിക്ക് ഗ്രാൻഡ് ടോട്ടൽ എല്ലാ നമ്പേഴ്സും ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ജി ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ജി എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇവിടുന്ന് രണ്ടാമത്തെ എ എന്ന് പറഞ്ഞ് എഴുതിയതിൻ്റെ നേരെ എനിക്ക് കിട്ടിയത് നമ്മൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന നമ്മൾ ആ എഫക്റ്റിൻ്റെ ടോട്ടലാണ്. അതായത് മെയിൻ എഫക്റ്റ് എ എന്ന് പറഞ്ഞ ആളുടെ മെയിനിൻ്റെ ടോട്ടലാണ്. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ ടോട്ടലാണ് എനിക്ക് രണ്ടാമതായിട്ട് കിട്ടിയത്. ഈ സ്മോൾ ബി എന്ന് എഴുതിയതിൻ്റെ നേരെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ബി എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ ടോട്ടലാണ്. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ ടോട്ടലാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. ആൻഡ് അവസാനം എ ബിയുടെ നേരെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇൻട്രാക്ഷൻ ഇഫക്റ്റ്. എ ബി എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ ഇഫക്റ്റിൻ്റെ ടോട്ടലുകളാണ്. ഇവരൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം യാർഡ്സ് മെത്തേഡ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത് എന്തൊക്കെയാണ്? യാർഡ്സ് മെത്തേഡ് അവസാനം 4 കോളങ്ങളുടെ കാര്യങ്ങൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ കോളത്തിൽ ഇതെന്താണെന്ന് എഴുതലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലൈൻ 1ൻ്റെ നേരെ കിട്ടിയത് ഗ്രാൻഡ് ടോട്ടൽ, സ്മോൾ എയുടെ നേരെ കിട്ടിയത് എ എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ ടോട്ടൽ. അവരെ സെപ്പറേറ്റ് ആയിട്ട് അരിച്ച് കിട്ടിയാണ് നമുക്ക് ചെയ്തത്. ബിയുടെ എഫക്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് എനെ മാത്രമായിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്.
ആൻഡ് ഇവിടെ എന്താ കിട്ടുന്നത്, ബി എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ ടോട്ടൽ, അതായത് എയുടെ എഫക്റ്റുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ബിനെ മാത്രം നമ്മളിവിടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പിന്നെ കമ്പൈൻഡ് എഫക്റ്റ്, ഇൻട്രാക്ഷൻ എഫക്റ്റാണ് എ ബി എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം സമ്മുകൾ കിട്ടിക്കഴിയുന്നത് നമുക്ക് സം ഓഫ് സ്ക്വയേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് എനിക്ക് എസ് എസ് എ കാണാം, എയുടെ എസ് എസ് എ കാണാം അല്ലേ. പിന്നെ അതേപോലെ എസ് എസ് ബി എനിക്ക് കണ്ടുപിടിക്കാം, എസ് എസ് എ ബി കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ കിട്ടിയിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ആരെ കാണുന്നു, കറക്ഷൻ ഫാക്ടർ കാണും. വാട്ട് ഈസ് കറക്ഷൻ ഫാക്ടർ? ജി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ ടോട്ടൽ സം ഓഫ് സ്ക്വയർ കാണണം. നമ്മൾ ടോട്ടൽ സം ഓഫ് സ്ക്വയർ എങ്ങനെയാണ് സാധാരണ കാണാറ്? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളെയും സ്ക്വയർ ചെയ്തിട്ട് കൂട്ടും. സം ഓഫ് സ്ക്വയർ, ഇതാണ് സംഖ്യകളെയല്ല കൂട്ടേണ്ടത്. 23 സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ പ്ലസ് 22 സ്ക്വയർ പ്ലസ് 38 സ്ക്വയർ എന്നിട്ട് മൈനസ് കറക്ഷൻ ഫാക്ടർ. നമ്മൾ സാധാരണ സം ഓഫ് സ്ക്വയർ ചെയ്യുന്നവർ സം ഓഫ് സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് കറക്ഷൻ ഫാക്ടർ, അത് നമ്മൾ കുഴപ്പമില്ലാതെ കണ്ടുപിടിക്കാം. പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു റെപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബ്ലോക്സ് വെച്ചിട്ടുള്ള സം ഓഫ് സ്ക്വയേഴ്സ് ആണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ കാണുമ്പം ഞാൻ ആർക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്? ബ്ലോക്കുകൾക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ റോസിൻ്റെ സമ്മ് കാണുമ്പോൾ റോ സമ്മ് കണ്ടില്ലേ, അതേപോലെ ബ്ലോക്കുകളുടെ സമ്മ് ഞാൻ കാണും, ബി ഐകൾ ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഓരോ ബ്ലോക്കിൻ്റെയും സമ്മിൻ്റെ വാല്യൂസ് ഞാൻ കണ്ടുപിടിക്കും. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ബി ഐ സ്ക്വയർ ഒക്കെ കൂട്ടും ഡിവൈഡഡ് ബൈ, നമ്മളിപ്പോൾ 4 എണ്ണമല്ലേ ചെയ്യുന്നത്, 4 കോമ്പിനേഷൻസ്, അപ്പം ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എക്സ്പെരിമെൻ്റ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ പിന്നെ 2 സ്ക്വയർ, അതായത് ഡിവൈഡഡ് ബൈ 4 മൈനസ് കറക്ഷൻ ഫാക്ടർ, അത് നമ്മൾ കാണും. ഇതൊക്കെ സാധാരണ മെത്തേഡിൽ കാണുന്നു. ഇനിയാണ് നമ്മളുടെ മെയിൻ ആൾക്കാരെ എസ് എസ് എനെ കാണേണ്ടത്. എസ് എസ് എനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു സാധനം, ഈ എ എന്ന് പറഞ്ഞുള്ളൊരു എഫക്റ്റ് കണ്ടിട്ടില്ലേ, എയുടെ ടോട്ടൽ കണ്ടിട്ടില്ലേ, അതിനെ സ്ക്വയർ ചെയ്യുക ഡിവൈഡഡ് ബൈ 4R. ഈ 4 എന്ന് പറയുന്ന സാധനം വരുന്നത് 2 സ്ക്വയർ ഡിസൈൻ ആയതുകൊണ്ടാണ്. നമ്മൾ 2⁻²2 ഡിസൈൻ അല്ലേ, ആ 2 സ്ക്വയറിനെയാണ് ഈ 4 വരുന്നത്. 4 ഇൻറ്റു റെപ്ലിക്കേഷൻസ്, എത്ര റിപ്പീറ്റേഷൻസ് വന്നു അതിൻ്റെ എണ്ണം. അതേപോലെ എസ് എസ് ബി നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ബീനെ സ്ക്വയർ ചെയ്യുക ഡിവൈഡഡ് ബൈ 4R. അതേമാതിരി എസ് എസ് എ ബിനെ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ എഴുതിയ എ ബി കിട്ടിയിട്ടുണ്ട്, എ ബിനെ സ്ക്വയർ ചെയ്യുക ഡിവൈഡഡ് ബൈ 4R. ഇങ്ങനെയാണ് ഈ സം ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യുമ്പോൾ ഈ സം ഓഫ് സ്ക്വയറുകളൊക്കെ കണ്ടുപിടിക്കണമെന്ന്. അതിനുള്ള മെത്തേഡാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യാർഡ്സ് ടേബിൾ ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എയും ബിയും എ ബികളൊക്കെ കണ്ടുപിടിച്ചത്. ദെൻ ഫൈനലി വി ഹാവ് എസ് എസ് ഇ. ഇററിൻ്റെ ഇല്ലേ, അപ്പോൾ എന്താണ് എസ് എസ് ഇ? ടോട്ടൽ സം ഓഫ് സ്ക്വയർ മൈനസ് ബാക്കി എല്ലാവരെയും മൈനസ് ചെയ്യുക. എസ് എസ് ആറിനെ മൈനസ് ചെയ്യുക, എസ് എസ് എനെ മൈനസ് ചെയ്യുക, എസ് എസ് ബിനെ മൈനസ് ചെയ്യുക, എസ് എസ് എ ബിനെ മൈനസ് ചെയ്യുക. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സം ഓഫ് സ്ക്വയറുകൾ കിട്ടിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ഇവരെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മീൻ സം ഓഫ് സ്ക്വയർ കിട്ടും. ദെൻ എഫ് വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ യാർഡ്സ് ടേബിൾ ഒന്ന് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഞാൻ യാർഡ്സ് മെത്തേഡ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോട്ടോ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഈ പിന്നെ പേജ് കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണേ. എടുത്തോ?
നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് അറ്റൻഡൻസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യൂ, 1 to 10 ഇടയിൽ നമ്പർ ഉള്ളവരൊന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഏതൊക്കെ ആൾക്കാരുള്ളതെന്ന് വെച്ചാൽ 1 to 10 നമ്പറിൻ്റെ ഉള്ളിലുള്ളവർ പ്രസൻ്റ് ആയവരെന്ന് നമ്പർ പറഞ്ഞേ. ആരെങ്കിലും ഉണ്ടോ? കുറച്ച് പേരേ ഉള്ളൂ ക്ലാസ്സിലാകെ. 1 to 10 ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്പേഴ്സ് 1 to 10. ഓക്കെ. 11 to 20 ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറയണത് കേൾക്കുന്നില്ലേ? 11 to 20 ഇടയിൽ 14 ഉണ്ട്. ഓക്കെ, മെസ്സേജ് ഇട്ടാൽ മതി. എന്നാൽ ഞാൻ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കേട്ടിട്ടില്ലെങ്കിലേ. 11 to 20 ഇടയിൽ 14 മാത്രമേ ഉള്ളൂ. 15 ഉണ്ട്, 17 ഉണ്ട്. ഓക്കെ, വേറെ ആരാ? 2 ഉണ്ട്. കാണുന്നില്ല. 2 ആണുള്ളത്. മെസ്സേജ് എനിക്ക് പെട്ടെന്ന് കാണുന്നില്ലടാ. ഓക്കെ, 2 ഉണ്ട്. ഇപ്പോൾ 2 ഉണ്ട്, 14, 15, 17. ഇപ്പോൾ 11 to 20 ഇടയിൽ 3 പേര്. 21 to 30 ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? 21 to 30 ഇടയിൽ 31 ഉണ്ട്. ഓക്കെ, പിന്നെ ആരുണ്ട്? 29 ഉണ്ട്. 29 ഉണ്ട്, 31 ഉണ്ട്, 26 ഉണ്ട്. ഓക്കെ, വേറെ ആരുമില്ലല്ലോ. 38 ഉണ്ട്. 31 to 40 ഇടയിൽ 34 ഉണ്ട് അല്ലേ? 34, 38, 41 ഉണ്ട്. 41 മെസ്സേജ് പോയി. 41 ഉണ്ട്. ഓക്കെ, 41 ഉണ്ട്. ഇനി വേറെ ആരാ ഉള്ളത്? 45 ഉണ്ട്, 44 ഉണ്ട്, 45 ഉണ്ട്. ഓക്കെ, വേറെ ആരുമില്ലല്ലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇനി ഞാൻ പോണ്ടാട്ടോ. ആരോ മുങ്ങി തോന്നുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാം. നേരത്തെ ഞാൻ കാണിച്ചെന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. നമുക്കൊന്ന് അത് വെച്ചിട്ടൊരു 2⁻²2 ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് നമുക്ക് നടത്താം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാ കേട്ടോ. ഒന്ന് ക്വസ്റ്റ്യനിലെ നമ്പേഴ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ വെച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ പെർഫോം 2⁻² ഫാക്ടോറിയൽ എക്സ്പെരിമെൻ്റ് എന്നാണ്. 2/2 ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റും പറയും. ദിസ് ഈസ് ആക്ച്വലി 2⁻². ഞാൻ പിന്നെ എഴുതാണ്ട് ബുദ്ധിമുട്ടുണ്ട് എഴുതിയതാണ്. ഇങ്ങനെയും പറയും കേട്ടോ. 2/2 എന്നും പറയും. ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് പെർഫോംഡ് ഇൻ ഇതെന്തോ ആയിക്കോട്ടെ, റാൻഡമൈസ്. ആ ഡിസൈൻ്റെ പേരാണ്, നമുക്ക് ആവശ്യമില്ല. അനലൈസ് ദ ഡാറ്റ ആൻഡ് ഗീവ് യുവർ കൺക്ലൂഷൻസ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുപരിചയമായിട്ടുള്ള സാധനം തന്നെയാണ്. പ്രോബ്ലം ആണുള്ളത്. അറ്റൻഡൻസിന് വേണ്ടി വന്ന കുറച്ച് പേരുണ്ടല്ലോ. ഞാൻ ലാസ്റ്റും അറ്റൻഡൻസ് എടുക്കുവേ. അപ്പോൾ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് പെർഫോം ചെയ്യണം? ഒരു 2⁻² ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? H0 നമ്മൾ എഴുതും അല്ലേ? H0 ഇസ്, നമ്മളെന്താ H0 പറഞ്ഞത്? ദ ഡാറ്റ ഇൻ ബ്ലോക്സ് ആസ് വെൽ ആസ് ദ ട്രീറ്റ്മെൻറ്റ്സ് ആർ ഹോമോജീനിയസ് അല്ലേ? അപ്പോൾ ഡാറ്റ ഇസ് ഹോമോജീനിയസ്. എൻ്റെ ഒപ്പം എഴുതിക്കോളെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ എഴുതി വെക്കണേ. ഹോമോജീനിയസ് വിത്ത് റെസ്പെക്ട് ടു ബ്ലോക്സ് ആസ് വെൽ ആസ് ട്രീറ്റ്മെൻറ്റ്സ്.
എല്ലാം ഹോമോജീനിയസ് ആണ് എന്ന് വിചാരിച്ചിട്ട് എഴുതുകയാണ്. ഇനി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിജക്റ്റ് ചെയ്താൽ നമ്മൾ പറയും ഹോമോജീനിയസ് അല്ല. അപ്പോൾ ബ്ലോക്കുകൾ ഹോമോജീനിയസ് അല്ല, അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെൻറ്റ് ഹോമോജീനിയസ് അല്ല എന്ന് നമ്മൾ പറയുക ചെയ്യും. ബ്ലോക്സ് ആസ് വെൽ ആസ് ട്രീറ്റ്മെൻറ്റ്സ് ഇങ്ങനെ ഒന്നായിട്ടാണ്, ഒറ്റയടിക്കാണ് നമ്മൾ നള്ളും ഒക്കെ ഇവിടെ എഴുതുന്നത്. നൾ ഹൈപ്പോത്തസിസ് എഴുതുന്നത്. H1 നോട്ട് ഹോമോജീനിയസ്, നോട്ട് ഹോമോജീനിയസ് അല്ലേ. ഇനി നമുക്ക് ആൽഫ ഫിക്സ് ചെയ്യാം. ആൽഫ എന്ന് പറയുന്നത് 5% എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. ആൽഫ എന്താ ചെയ്യുന്നത്? ആൽഫ എന്ന് പറയുന്നത് 5% നമുക്കിവിടെ ഫിക്സ് ചെയ്യും. ഇനിയാണ് നമ്മൾ പരിപാടി നടത്തേണ്ടത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതണം. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ യാർഡ്സ് മെത്തേഡ് ആദ്യം ഉപയോഗിക്കാം. യാർഡ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിന് ശേഷം സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ സം ഓഫ് സ്ക്വയേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യാർഡ്സ് മെത്തേഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. യാർഡ്സ് മെത്തേഡ് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ യാർഡ്സ് മെത്തേഡ് നിങ്ങൾക്ക് അറിയാം, കോളംസ് ആയിട്ട് എഴുതണം. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ കോമ്പിനേഷൻ്റെ പേര് എഴുതുക. സെക്കൻഡ് കോളത്തിൽ അവരുടെ സമ്മാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ കോളത്തിലാണ് രണ്ട് സെറ്റുകളുടെ സമ്മുകൾ, 2 സെറ്റുകളുടെ ഡിഫറൻസുകളായിട്ട് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ യാർഡ്സ് മെത്തേഡാണ് ഞാനിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യാർഡ്സ് മെത്തേഡ് പെർഫോം ചെയ്യാം. ഇവിടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻ, അവരുടെ ടോട്ടൽ, ദെൻ കോളം 3, പിന്നെ നമ്മളെ വലിയ കോളം 4, ദെൻ ദി എഫക്റ്റ് ടോട്ടൽസ്. ഇങ്ങനെയുള്ള ടേബിൾ ആദ്യം ഒന്ന് വരച്ച് വയ്ക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് ആണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. അതായത് 1A B AB വരെ ഞാൻ ആദ്യം എഴുതി വയ്ക്കും. പിന്നെ അവരുടെ ടോട്ടലുകളാണ്. 1ൻ്റെ ടോട്ടൽ നമ്മളിപ്പം 1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതും. എയുടെ ടോട്ടൽ അല്ലേ ഇങ്ങനെ എഴുതുന്നു. അത് വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ട് വേണം എഴുതാൻ. ആൻഡ് AB-യുടെ ടോട്ടൽ നമ്മളിവിടെ എഴുതണം. ഇതിൻ്റെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തിട്ട്, 1കളെല്ലാം ആഡ് ചെയ്തിട്ട് എകളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യണം. ദെൻ നമ്മൾ 3ാമത്തെ കോളം നമ്മൾ എഴുതണം. ദെൻ 4ാമത്തെ കോളവും എഴുതണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്ഥലം ഉണ്ടായിക്കോട്ടെ. ഇവരെയാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. 4 അങ്ങോട്ട്. നാലാമത്തെ കോളം ആൻഡ് 5ാമത്തെ കോളത്തിൽ എഫക്റ്റ് ടോട്ടൽസ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1കളുടെ സമ്മ്. അതായത് നമ്മളെ ഡാറ്റയിലേക്ക് പോയി നോക്കാം. ഡാറ്റയിൽ ഏതൊക്കെയാണ് 1 വന്നിരിക്കുന്നത് നോക്കാം. അവരുടെ എല്ലാം സമ്മാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം 23 പ്ലസ് 26 പ്ലസ് 29 പ്ലസ് 28 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം 23 പ്ലസ് 26 എന്ന് പറഞ്ഞാൽ 49, 958, 78, 886, 106 അല്ലേ വരുന്നത്? ആണോ? ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? 106 ആണോ വരുന്നത്?
കുട്ടികളെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ 106 അല്ലേ? ഓക്കെ. അതേപോലെ എയുടെ സമ്മുകളൊക്കെ ഇതേപോലെ നമ്മൾ കണ്ടുപിടിക്കുക. എ വരുന്നത് ഏതൊക്കെയാണ്? 25 + 36 + 20 + 31. അപ്പോൾ എത്രയാണ് വരിക? 67, 87, 92, 112 ആണോ വരുന്നത്? 112. ഓക്കെ. ഇനി അതുമാതിരി ബി എന്ന് പറഞ്ഞതിൻ്റെ ടോട്ടലുകൾ കാണണം. അപ്പോൾ നമ്മൾ ബി വരുന്ന വാല്യൂസിനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ബി വരുന്നത് 22 + 40 106 ആവുന്നുണ്ട് വരുന്നത് അല്ലേ? 106 ആണോ? 106 ആണ് ബി വരുന്നതെന്നാണ് തോന്നുന്നത്. അതേപോലെ എ ബിയുടെ ടോട്ടൽ കാണണം. 38, 38, 30, 34. അപ്പോൾ 76, 106, 110, 140 ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ പല ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസും ഉണ്ട്. അതിൽ ഓരോരുത്തരെയും ഓരോ കോമ്പിനേഷനെയും സെപ്പറേറ്റായി നോക്കി അവരുടെ സമ്മകൾ കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മളെ മൂന്നാമത്തെ കോളം വരുന്നത്. മൂന്നാമത്തെ കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ഈ 2 പേരെ വീതം എടുത്തിട്ട് ആഡ് ചെയ്യണം. ഈ 2 പേരെ വീതം എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ എൻട്രീസ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ എഴുതേണ്ടത് ഇവിടെ ഞാൻ 1ഉം എയിനെയും ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ അല്ലേ? അതാണ് ഫസ്റ്റ് എൻട്രി. അപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് 218 അല്ലേ? 106നെയും 112നെയും ആഡ് ചെയ്തിട്ട് വേണം ആദ്യം എഴുതാൻ. രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡുള്ള 2 പേരെ ആഡ് ചെയ്യുക. ബി പ്ലസ് എ ബി അതിനെ ആഡ് ചെയ്തിട്ട് വേണം അടുത്ത എൻട്രി എഴുതാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 246. 2 പേരെ വീതം ആഡ് ചെയ്യുക, 2 ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യുക, 2 ഗ്രൂപ്പായിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് 2 പേരെ സബ്ട്രാക്ട് ചെയ്യുക, പിന്നെ സെക്കൻഡ് 2 പേരെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പം അടുത്തത് എന്ന് പറഞ്ഞാൽ എ ആണ് ആദ്യം എഴുതേണ്ടത്. എ മൈനസ് 1 എന്നാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ 1 മൈനസ് എ അല്ല കേട്ടോ. എ മൈനസ് 1, 112 മൈനസ് 106. ഇപ്പോൾ 6 എന്നാണ് ആൻസർ കിട്ടുന്നത്. പിന്നെ അടുത്തത് ഈ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള 2 പേരെ സബ്ട്രാക്ട് ചെയ്യുക. എ ബി മൈനസ് ബി അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു 140 മൈനസ് 106. ദറ്റ് ഈസ് 34. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇതന്നെയാണ്. ഓക്കെ ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാലില്ലടോ, ഇതേ കാര്യം വീണ്ടും ആവർത്തിക്കുക. 2 ഗ്രൂപ്പുകളാക്കുക. ഫസ്റ്റ് 2 പേരെ ആഡ് ചെയ്തത് നമ്മളിവിടെ എഴുതുക, സെക്കൻഡ് 2 പേരെ ആഡ് ചെയ്തത് എഴുതുക, പിന്നെ ഇവരുടെ ഡിഫറൻസുകൾ കണ്ടിട്ട് എഴുതുക അല്ലേ? അപ്പോൾ ഫസ്റ്റ് 2 പേരെ ആഡ് ചെയ്തതാണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. 246 പ്ലസ് 218. അപ്പോൾ എത്രയാണ് വരുന്നത്? 464 ആണോ? 4 1 5 6 464. അതേമാതിരി അടുത്ത 2 പേരെ ആഡ് ചെയ്തിട്ട്, അപ്പം ഇവർ 2 പേരെയും ആഡ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതുന്നത്. അതുമാതിരി അടുത്തതായിട്ട് ഈ 2 പേരെ ആഡ് ചെയ്തിട്ട് എഴുതും അല്ലേ? അപ്പോൾ അതെന്താ വരുന്നത്? 6 പ്ലസ് 36 ദറ്റ് ഈസ് 40. ഇനി അടുത്തത് എന്താ എഴുതേണ്ടത്? ഇവരെ 2 പേരെയും സബ്ട്രാക്റ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് 246 മൈനസ് 218. 2
28 ഞാൻ പ്ലസ് മൈനസ് ഒന്നും വേറെ വിചാരിക്കരുത്, ഇതാണ് ആൻസർ 28. പിന്നെന്താണ്, ഇവരെ രണ്ടുപേരെയും മൈനസ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ. 34 മൈനസ് 6 ദാറ്റ് ഈസ് 28. ഓക്കെ ആണോ? ഇതാണോ വന്നിക്കണം നോക്കൂ. ആണല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4ാമത്തെ കോളം കിട്ടിക്കഴിഞ്ഞു. ഈ 4ാമത്തെ കോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എന്താണെന്നാണ് എഫക്റ്റ് ടോട്ടലിൽ എഴുതേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് കോളത്തിൽ കിട്ടിയത് 464 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജി ആണ്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് എഴുതാം ഗ്രാൻഡ് ടോട്ടൽ ജി ഈസ് ഈക്വൽ ടു 464. പിന്നെ എ എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ മാത്രം സമ്മാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, രണ്ടാമത്തതായിട്ട്, ദാറ്റ് ഈസ് 40 എന്ന് നമുക്ക് എഴുതാം. മൂന്നാമതായിട്ട് കിട്ടിയിരിക്കുന്നത് ബിയുടെ സമ്മാണ്, നമുക്കതിനെ 28 അല്ലേ, ഇറ്റ് ഈസ് 28. ആൻഡ് പിന്നെ കിട്ടിയിരിക്കുന്നത് ശരിയാണല്ലോ അല്ലേ, എ ബി ആണ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞ എഫക്റ്റ്, ദാറ്റ് ഈസ് ഓൾസോ ഇൻട്രാക്ഷൻ എഫക്റ്റ്, ദാറ്റ് ഈസ് ഓൾസോ 28 എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ സമ്മുകൾ, ഇത് നിന്ന് നമ്മൾ സം ഓഫ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ആർട്സ് മെത്തേഡ് കൂടെ നമ്മൾ ഇവരെയൊക്കെ ശരിയാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ആക്ച്വൽ സം ഓഫ് സ്ക്വയേഴ്സ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സം ഓഫ് സ്ക്വയറുകളുടെ സെറ്റ് എഴുതാം. ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയർ, TSS ആണ് എഴുതുന്നത്. വാട്ട് ഈസ് TSS? TSS എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് കറക്ഷൻ ഫാക്ടർ, ഇതാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് കറക്ഷൻ ഫാക്ടർ ആദ്യം ഒന്ന് കണ്ടുവയ്ക്കാം. വാട്ട് ഈസ് കറക്ഷൻ ഫാക്ടർ? ജി കിട്ടിക്കഴിഞ്ഞല്ലോ, G² ഡിവൈഡഡ് ബൈ N ആണ് കറക്ഷൻ ഫാക്ടർ. ഇവിടെ N എന്ന് പറഞ്ഞാൽ ആരാ? ആകെ എത്ര ഒബ്സർവേഷൻസ് ആണ് എൻ്റെ ഡാറ്റയിലുള്ളത്? നമ്മളെ ഡാറ്റയിൽ 16 ഒബ്സർവേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, 16 അല്ലേ? 16 ഒബ്സർവേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം G² 464 സ്ക്വയർ ഡിവൈഡഡ് ബൈ 60, ഇതാണ് ഇതിൻ്റെ ആൻസർ. എത്രയാണോ? 464 സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ചെയ്യണം. ആൻസർ 13,456 ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ചെയ്യേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് കാണുക, അതിന്ന് ഈ സംഖ്യ മൈനസ് ചെയ്യണം. അപ്പം ഇവിടെയുള്ള എല്ലാവരെയും സ്ക്വയർ ചെയ്തിട്ട് വേണം നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട്. അതായത് 23 സ്ക്വയർ, ഡാറ്റ കയ്യിലുണ്ടല്ലോ അല്ലേ, 23 സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ പ്ലസ് 22 സ്ക്വയർ പ്ലസ് 38 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ പ്ലസ് 26 സ്ക്വയർ പ്ലസ് 36 സ്ക്വയർ പ്ലസ് 38 സ്ക്വയർ പ്ലസ് 29 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ പ്ലസ് 34 സ്ക്വയർ പ്ലസ് 31 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ പ്ലസ് 28 സ്ക്വയർ. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് എനിക്ക് 14,116 എന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്, മൈനസ് കറക്ഷൻ ഫാക്ടർ 13,456. ഇതന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ചെയ്യുന്നുണ്ട് എല്ലാവരും? ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നോന്ന് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതുതന്നെയാണെന്ന് വിചാരിക്കല്ലേ. മൈനസ് 13,456 660 എന്നാണ് എനിക്ക് ടോട്ടൽ സം ഓഫ് സ്ക്വയർ കിട്ടിയിരിക്കുന്നത്.
കിട്ടിയിട്ടുണ്ടോ? അടുത്തത് ഞാൻ പറയട്ടെ. കിട്ടി. ഓക്കെ. അപ്പോൾ അടുത്തത് ഞാൻ പറയാം. അടുത്തത് ഏതാണ്? ടോട്ടൽ സം ഓഫ് സ്ക്വയർ കഴിഞ്ഞാൽ സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ബ്ലോക്സ്, അല്ലെങ്കിൽ നമ്മൾ ബി എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ റെപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 6 ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പേരും ബി എന്നല്ലേ, അതുകൊണ്ടാണ് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ബ്ലോക്സ് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻസ്. അയാളെ ഞാൻ അതുകൊണ്ട് SSR എന്ന് എഴുതുന്നു. ഇപ്പോൾ SSR എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ബ്ലോക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ബ്ലോക്കുകളുടെയും ടോട്ടൽ കാണുക, സ്ക്വയർ ചെയ്ത് കൂട്ടുക, അവരെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 4 എന്ന് പറയുന്നത് ബ്ലോക്കുകളുടെ എണ്ണം എന്നുള്ള രീതിയിലല്ല, നമ്മളുടെ 2 സ്ക്വയർ എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് 2 സ്ക്വയർ എന്നുള്ള രീതിയിലുള്ള 4 വന്നിരിക്കുന്നത്. ചിലപ്പോൾ ബ്ലോക്കുകൾ 3 ബ്ലോക്കുകൾ ഉണ്ടെങ്കിലും ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ 4 തന്നെയായിരിക്കും കേട്ടോ. മൈനസ് കറക്ഷൻ ഫാക്ടർ, ഇതാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ബ്ലോക്കുകളുടെയും ടോട്ടൽ നമുക്കൊന്ന് കണ്ടുവയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലോക്കുകളാണുള്ളത്. ഈ ബ്ലോക്കുകളുടെ ടോട്ടലാണ് ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനെ ഞാൻ BI എന്നാണ് എഴുതാൻ പോകുന്നത്. BI ബ്ലോക്ക് ടോട്ടൽ 23 + 25 + 22 + 38 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ദിസ് ഇസ് 60, 85, 88, 108 അല്ലേ. അടുത്തത് 26, 38ഉം 36ഉം 74, 80, 100, 140. അടുത്തത് 50, 70, 99. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. 34, 24, 58, 59, 89, 109, 117 ആണോ? ഇതാണോ BIകൾ കിട്ടിയിരിക്കുന്നത്? 108, 140 മാറ്റുണ്ടെങ്കിൽ പറയണേ. 99 and 170. ബ്ലോക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ റോ സം ഓഫ് സ്ക്വയേഴ്സ് കാണുമ്പോൾ റോസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, കോളം സം ഓഫ് സ്ക്വയേഴ്സ് കാണുമ്പോൾ കോളങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, കോളങ്ങളുടെ സമ്മ് കണ്ടു. അതേപോലെ ഇവിടെ റോ ആയിട്ടാണ് തന്നിരിക്കുന്നത്, ബ്ലോക്കുകളുടെ സമ്മാണ് നമ്മൾ കാണേണ്ടത്. എന്നിട്ട് ഇവരെ ഓരോരുത്തരെയും സ്ക്വയർ ചെയ്ത് കൂട്ടുക, എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 സ്ക്വയർ എന്നുള്ളത് കൊണ്ടാണ് 4 കിട്ടുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 108 സ്ക്വയർ പ്ലസ് 140 സ്ക്വയർ പ്ലസ് 99 സ്ക്വയർ plus 117 square whole divided by 4 minus correction factor 13,456. എന്താ വരുന്നത് നമുക്ക് നോക്കാം. നമുക്കല്ലപ്പോൾ ഞാനേ നോക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ 13,688.5 ആണ് മൈനസ് മൈ കറക്ഷൻ ഫാക്ടർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 232.5 എന്നാണ് കിട്ടുന്നത്. ഇനി നമ്മളുടെ ഇവരെ ഉപയോഗിച്ചിട്ടുള്ള കളി.
അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു എ എന്ന് പറഞ്ഞ ഫാക്ടർ കൊണ്ടുള്ള സം ഓഫ് സ്ക്വയർ ആണ് എഴുതുന്നത്. എ ആണ് എഴുതേണ്ടത്. അതിനാണ് ഇവരെ ഉപയോഗിക്കുന്നത്. അതായത് എ സ്ക്വയർ, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r. ഇവിടെയും 4 എന്ന് വന്നിരിക്കുന്നത് 2 സ്ക്വയർ എന്നുള്ള 2 സ്ക്വയർ എക്സ്പെരിമെൻ്റ് അല്ലേ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ 2 ക്യൂബ് എക്സ്പെരിമെൻ്റ് ആണ് നടത്തുന്നുണ്ടെങ്കിൽ 2⁻3 ഇവിടെ 8 വരും. 4 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ എത്ര റിപ്പീറ്റേഷൻസ് വന്നു, എത്ര പിന്നെ ഇത് വന്നു, ബ്ലോക്സ് വന്നു, അതിൻ്റെ എണ്ണമാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ 40 ആണ്. 40 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു റെപ്ലിക്കേഷൻ്റെ എണ്ണവും 40 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 100 വരുന്നത്. ദിസ് ഈസ് 100. അതേപോലെ ഇനി അടുത്തത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ബി കാണണം. ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r. ഇപ്പം എന്താ വരുന്നത്? 28 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 60 അല്ലേ. ആൻസർ ഇസ് 49. പിന്നെ അടുത്തതായിട്ട് AB കാണണം. ദറ്റ് ഈസ് ഈക്വൽ ടു AB സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r. ദറ്റ് ഈസ് അഗെയിൻ 28 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 തന്നെ, അതും 49. സം ഓഫ് സ്ക്വയറുകളൊക്കെ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്നെ കിട്ടുന്നുണ്ടോ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ആണ് എഴുതേണ്ടത്. സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് SSE എന്ന് പറഞ്ഞാൽ TSS എന്ന് ഈ ആളുകളെല്ലാം മൈനസ് ചെയ്യുക അല്ലേ. SSRനെ മൈനസ് ചെയ്യുക, SSAനെ മൈനസ് ചെയ്യുക, SSBനെ മൈനസ് ചെയ്യുക, SSABനെ മൈനസ് ചെയ്യുക. എന്താ വരിക നോക്കൂ. $229.5 നമുക്ക് പിന്നെ ഇറർ സം ഓഫ് സ്ക്വയർ കിട്ടിയത്. ഇത് കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടോ കുട്ടികളെ? എനിക്കറിയാം ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമൊന്നും അല്ല. കാൽക്കുലേഷൻസൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ആ മെത്തേഡാണ് ഒന്നാമത് അറിയേണ്ടത്. പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇറങ്ങി ഓടാനൊക്കെ തോന്നുന്നുണ്ടാവും. ഇപ്പോൾ പലരും ഞാനിപ്പോൾ 8 പേരെയോ 10 പേരെയോ കാണുന്നുണ്ട്. അതിൽ പലരും ഇപ്പം ക്ലാസ്സിലുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരാളും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടിയത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ സം ഓഫ് സ്ക്വയറുകളാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ആ മീൻ സം ഓഫ് സ്ക്വയറുകൾ കാണേണ്ട സെറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ മീൻ സം ഓഫ് സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഞാൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടോട്ടലിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് എഴുതി തരാം.
ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ടോട്ടലിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? ടോട്ടലിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 4r - 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4 × 4 - 1. 6 4 15 ടോട്ടലിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി ബ്ലോക്സിൻ്റെ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ബ്ലോക്സ് ആണുള്ളതെങ്കിൽ r - 1 ആണ്, അതായത് 3 ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ ABC, AB ആൻഡ് AB ഇവരുടെ എല്ലാം ഡിഗ്രി ഓഫ് ഫ്രീഡം 1. ഈ 3 ആളുകളുടെയും ഡിഗ്രി ഓഫ് ഫ്രീഡം 1. ദെൻ ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 × r - 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 6 4 4 - 1. അപ്പം 9 ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പം നമുക്ക് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഇതുപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പം ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് MSR ആണ്. MSR is SSR divided by SSE ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു SSR എന്ന് പറയുന്നത് 232.5 ഡിവൈഡഡ് ബൈ ഇറർ സം ഓഫ് സ്ക്വയർ 229.5. ദ ആൻസർ ഇസ് ഈക്വൽ ടു, അത് ചെയ്യുമ്പോൾ MSR അല്ല സോറി MSR is 77.5. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? SSR ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം. SSRൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. SSRൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 അല്ലേ? r - 1, അതായത് 232.5 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം 77 വരും, 22 7 77.5 വരുന്നത്. അതേമാതിരി MSA കാണുമ്പം SSA ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 തന്നെയാണ്. അപ്പം SSAയുടെ വാല്യൂ ഈസ് 100. അതേമാതിരി MSB എന്ന് പറഞ്ഞാൽ SSB divided by its degrees of freedom, which is 49. And MSAB എന്ന് പറഞ്ഞാൽ SSAB divided by 1, which is equal to 49. Then MSE എന്ന് പറഞ്ഞാൽ SSE divided by its degrees of freedom 9. That is 229.5 divided by 9. That is 249 5.5 25.5. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? MSR കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപയോഗിച്ചിട്ട് MSR എങ്ങനെയാണ് കണ്ടത്? ഈ കിട്ടിയിരിക്കുന്ന എല്ലാ SSRനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് F വാല്യൂസ് ആണ്. അപ്പം ആദ്യം FR ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അവിടെയാണ് നമ്മൾ MSR ഡിവൈഡഡ് ബൈ MSE ചെയ്യുന്നത്. ദാറ്റ് ഈസ് 77.5 divided by 25.5. That is 3.04. പിന്നെ FB ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. FB എന്ന് പറഞ്ഞാൽ MSA divided by MSE. That is equal to 100 divided by 25.5, which is 3.92. പിന്നെ FA ആണ്. പിന്നെ FB കാണണം. MSB
divided by MSE, that is equal to 49 divided by 25.5, and the answer is 1.92. അതേപോലെ FABയും കാണണം. ദാറ്റ് ഈസ് MSAB ഡിവൈഡഡ് ബൈ MSE ആണ് കാണേണ്ടത്, വിച്ച് ഈസ് 49 ഡിവൈഡഡ് ബൈ 25.5 തന്നെ, വിച്ച് ഈസ് എഗെയിൻ 1.92. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂസ്. അല്ലേ? ഇനി ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം? ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ പറയണം. അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ കാണാനുള്ള ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം, ഒന്ന് തുടങ്ങിത്തരാം, ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ കാണുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ബ്ലോക്സിൻ്റെ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ്റെ കാണുക എന്ന് പറഞ്ഞാൽ, റെപ്ലിക്കേഷൻ്റെ കേസിൽ കാണുക എന്ന് പറഞ്ഞാൽ FR ഗ്രേറ്റർ ദാൻ FR ആൽഫയാണ് നോക്കേണ്ടത്. ഇവിടെ FR ആൽഫ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, FR ആൽഫ ഉണ്ടാക്കിയ രണ്ട് മീൻ സം ഓഫ് സ്ക്വയറുകളുണ്ടല്ലോ, അവരുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 5% നമ്മൾ നോക്കണം ഡിഗ്രി ഓഫ് ഫ്രീഡം, ആറിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വിച്ച് ഈസ് R-1, കോമ ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 × R-1 വേണം നോക്കാൻ. അതായത് R-1 എന്ന് പറഞ്ഞാൽ 3 3 × R-1 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ഇതാദ്യം ടേബിൾ നോക്കി കണ്ടുപിടിക്കണം. നമ്മൾ F ടേബിളിൽ 3-ലും 9-ലും പോയിട്ട് നോക്കണം. N1 എന്ന് പറയുന്നത് 3-ലും N2 എന്ന് പറയുന്നത് 9-ലും നോക്കുമ്പം നമുക്കൊരു ടേബിൾ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 3.86. അതാണ് നമ്മളുടെ ഇവിടുത്തെ ടേബിൾ വാല്യൂ. അപ്പോൾ FR കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 3.86-നെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിലാണ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഹിയർ വാട്ട് ഈസ് FR? ഇവിടെ FR എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് 3.04 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. ടേബിൾ വാല്യൂ ഗ്രേറ്റർ ആയാലാണ് റിജക്റ്റ് ചെയ്യുക, എനിക്ക് ലെസ്സാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാം. എന്ത് ആക്സെപ്റ്റ് ചെയ്യാം? ദ ബ്ലോക്സ് ആർ ഹോമോജീനിയസ്. ഇവിടെ ബ്ലോക്സിന് മാത്രമേ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തത്. ബ്ലോക്സ് ആർ ഹോമോജീനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. ഇതേപോലെ നമ്മൾ എയുടെ കാൽക്കുലേറ്റ് ചെയ്യണം. FA ഗ്രേറ്റർ ദാൻ FA ആൽഫ നോക്കണം. ഇവിടെ FA ആൽഫ കാണേണ്ടത് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലാണ്? എയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. 1-ലും 9-ലും 1-ലും ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നോക്കി ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഡിസിഷൻ എടുക്കുക. FBയുടെയും ഇതിൽ തന്നെയാണ്, ഇതേ സെയിം വാല്യൂ തന്നെയാണ്, 1-ഉം 9-ലാണ്. FABയുടെയും ഇതേ വാല്യൂ ആണ്. അപ്പം ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ, ടേബിൾ വാല്യൂ ഇതിനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ട് വന്നാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ 1-9-ലുള്ള വാല്യൂ കൂടി നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. 1-ലും 9-ലും വരുന്ന വാല്യൂ 5.12 ആണ് അല്ലേ? 5.12 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ചെക്ക് ചെയ്യേണ്ട, എല്ലാത്തിലും ചെക്ക് ചെയ്യേണ്ട വാല്യൂ 5.12 ആണ്. 5.12 ആണ്. അപ്പോൾ FAയുടെ വാല്യൂ ലെസ് ദാൻ 5.12 ആണ്. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ്, ഹോമോജീനിയസ് ആണെന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്തു. ദിസ് ഈസ് ഓൾസോ ലെസ് ദാൻ 5.12. ഇതും ആക്സെപ്റ്റ് ചെയ്തു. ഇതും ലെസ് ദാൻ 5.12 ആണ്. അപ്പം ആ ഹൈപ്പോത്തസിസും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എല്ലാ ബ്ലോക്കുകളും അല്ലെങ്കിൽ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഹോമോജീനിയസ് ആണ് എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മളിവിടെ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ 2² അനോവ, അതിലത്തെ അനോവ എന്നല്ല ഫാക്ടോറിയൽ ഡിസൈൻ. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ജസ്റ്റ് കാണിച്ചു തന്നത്. പ്രോബ്ലം കുറച്ച് ലെങ്തി ആണെന്ന് അറിയാം, പക്ഷേ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടും ഫാക്ടോറിയൽ എഫക്റ്റിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മളെ ഫാക്ടോറിയൽ ഡിസൈൻ.
ഈ സംഭവം ഒന്ന് എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഞാൻ എൻ്റെ PDF ഷെയർ ചെയ്ത് തരാം. ഓക്കെ, എഴുതിയില്ലേ? ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇത് ചെയ്തല്ലോ അല്ലേ? ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു തരാണ്. 2�3 ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ്. 2�3 ഫാക്ടോറിയൽ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇവിടെ 2 ലെവൽസും ഉണ്ട്. എത്ര ഫാക്ടേഴ്സും ഉണ്ട്? 3 ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം 3 ഫാക്ടേഴ്സ് ഉണ്ട് ആണ് ഇവിടെ ഉണ്ടാവുക. ഓരോന്നും എത്ര ലെവലിലേ ഉണ്ടാവുള്ളൂ? 2 ലെവലിലുള്ള 3 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഫാക്ടേഴ്സിന് നമുക്ക് A, B ആൻഡ് C എന്ന് കൊടുക്കാം. അപ്പോൾ അവരുടെ 2 ലെവലുകളെ, എയുടെ ലെവലുകളെ A0 എന്നും ഹൈ ലോ, അതുമാതിരി ബിയുടെയും പിന്നെ ഹൈ ലോ എന്ന് കൊടുക്കാം. സിയുടെയും ഇതേമാതിരി നമുക്ക് ഓരോ ലെവലുകൾ A0 A1, B0 B1, ഇവിടെ ഒരാളും കൂടി ഉണ്ടാവും C0 C1 ഉണ്ട്. അപ്പം ഇവരെ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക വെച്ചാൽ, A എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കാണണം, ബിയുടെ ഒറ്റയ്ക്കായിട്ട് കാണണം, പിന്നെ നമ്മൾ കാണേണ്ടത് AB-യുടെയാണ്, പിന്നെ സിയുടെ കാണണം, ദെൻ AC-യുടെ കാണണം, BC ഉണ്ട്, ദെൻ ഓക്കെ, പിന്നെ ABC. ഇത്ര ഇൻട്രാക്ഷൻ എഫക്റ്റുകളാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ 4 ഇൻട്രാക്ഷൻ എഫക്റ്റുകളും ഉണ്ടാവും, 3 മെയിൻ എഫക്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇവരെ വെച്ചിട്ടാണ് ഇതേപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റുകൾ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ മെയിനായിട്ട് അറിയേണ്ടത് ഇത്രയാണ്. 2�3 ഫാക്ടോറിയൽ ഡിസൈനിൽ എന്താ ഉണ്ടാവുക? 3 ഫാക്ടേഴ്സും 2 ലെവലുകളുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവരെ വെച്ചിട്ടാണ് നമ്മൾ 2�3 ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റുകൾ ഇതേ മെത്തേഡിൽ, സിമിലർ ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു നമ്മളെ 4th മൊഡ്യൂള്. അപ്പം ഓൺലൈൻ ക്ലാസ്സുകളിൽ എടുക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ക്ലിയർ ആയിട്ടില്ലെങ്കിലും പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം നമ്മളെ പിന്നെ പോർഷൻസ് തീർന്നു നമുക്ക് പറയാം. പക്ഷേ കോളേജ് തുറന്ന ശേഷം നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് വിശദമായിട്ട് റിവിഷൻ എടുക്കും, കേട്ടല്ലോ. അപ്പം ഇനി ബുദ്ധിമുട്ടാണെന്ന് ആരും വിചാരിക്കരുത്. പിന്നെ ക്ലാസ്സിൽ ഓഫ്ലൈനായിട്ട് വിശദമായിട്ട് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും ഈ ഫാക്ടോറിയൽ ഡിസൈൻ്റെ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യും. ഫാക്ടോറിയൽ ഡിസൈനിൽ ഞാൻ പ്രോബ്ലമൊക്കെ ചെയ്തു. പക്ഷേ പിന്നെ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നത് ആ മെത്തേഡുകളാണ്. എക്സ്പ്ലെയിൻ 2�2 ഫാക്ടോറിയൽ ഡിസൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിൻ എഫക്റ്റ് എന്താണ്, ഇൻട്രാക്ഷൻ എഫക്റ്റ് എന്താണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിച്ച് കാണുന്നത്. കാരണം പ്രോബ്ലം കുറച്ച് ലെങ്തിയാണ്. ഞാൻ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പോർഷൻ തീർന്നുകൊണ്ട് നാളെ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, എന്നാൽ ബൈ.